അങ്ങനെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുവായിരുന്നു. അമ്മ സീനാക്കി. എന്നെ മുമ്പിൽ നിന്ന് പൊക്കോ. ഒരുപാട് വായിട്ട് അലക്കണ്ട. പൊക്കോളാൻ പറ അവളോട്. എനിക്ക് ദേഷ്യം വരൂട്ടാ. ഓ തീരെ സൗകര്യമില്ല. നമുക്ക് മുടി ഇല്ലാത്തവർക്ക് അതിന്റെ വിഷം അറിയാം. എന്തിനാണ് മക്കളെ നല്ല മുടി വെട്ടിക്കളയണത്? ഹലോ ഗൈസ്, ഞാനും ഷുണ്ടു ലിഫ്റ്റിലാണ്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ കുട്ടി വ്ളോഗ് ഓഫ് കാപ്പ. ഇതൊരു കുഞ്ഞു വ്ളോഗ് ആയിരിക്കും. ഇതൊരു വ്ളോഗായിട്ട് വരുമോ പോലെ ഇല്ലായിരുന്നു. പക്ഷേ ഞാനും പി പി എല്ലാം ഞങ്ങളൊന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ ഇറങ്ങിയതാണ് പി പിക്ക്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ പണിപാട് ഗൈസ്. പി പി മുടി വെട്ടി. പി പിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്ന ആളാണ്. പി മുടി വെട്ടിയെന്ന് മാത്രമല്ല നല്ല ഷോർട്ടും ആക്കി. സോ എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. പോയി നോക്കട്ടെ. അതുപോലെ എല്ലാവരുടെയും റിയാക്ഷൻ എന്താണെന്ന് കാണണം. സോ ലെറ്റ്സ് ഗോ. ഇതാണ് ഷോപ്പ്. പി പി അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാം. എന്തായാലും നോക്കട്ടെ. പി പി എന്ത് തോന്നുന്നു? ഗൈസ്, എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. അവിടെ ഹെയർ കട്ടി കണ്ടിട്ട് അമ്മയുടെ മുടിയൊക്കെ പോയി. നീ വല്ല അറിഞ്ഞു? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊച്ചിനെ അമ്മ മനസ്സിലാവണല്ലോ. ഇതാര്? നിന്റെ ഫ്രണ്ടിനടുത്ത് ചോദിച്ചിട്ടോ? ഇപ്പൊ ചോദിച്ചിട്ട് വരുന്ന വാ. ഈ സമയം പോയി ചോദിച്ചിട്ടോ വാ. ഇവിടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ ആളുടെ ഒപ്പീനിയൻ നമുക്ക് എടുത്തിരിക്കാം. മുഖം മറച്ചിട്ടുള്ള ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഈ കോല കാണിക്കരുത്. ഉള്ള കോലല്ലേ കാണിക്കാൻ പറ്റും. ആ, അപ്പൊ അവളുടെ എക്സ്പ്രഷനിൽ അറിയേണ്ടത് എങ്ങനെയുണ്ട്? എന്നെ കണ്ടിട്ട് പോകുമ്പോ ഈ കോലം കാണിക്കരുതെന്ന് പറഞ്ഞാൽ അതല്ലേ എന്നെ കാണിക്കരുത്. അപ്പൊ വീട്ടിൽ കയറ്റല്ലേ നോക്കിട്ട് വരാം. ഞാൻ പോയിട്ടാ. ലൈഫിൽ ആദ്യമായിട്ടല്ലേ മുടി ഇങ്ങനെ കിട്ടുന്നേ? വാട്ട് യു ഫീൽ? ആദ്യമായിട്ടാണ് മുടി വെട്ടണം എന്ന് പറഞ്ഞാൽ ശരിക്കും വെട്ടണത്. മറ്റേത് എപ്പോഴും ഉള്ള മുടിയുടെ ലെങ്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ലെയർ വെട്ടാ, യു വെട്ടാ, അങ്ങനെയൊക്കെ വെട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ്. ഉറക്കപ്പറ. ഞാൻ ഇങ്ങനെ വെട്ടണേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ചിലപ്പോൾ ചേർന്നത് ലോങ് ലെങ്ത് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ബുക്കിനൊക്കെ എനിക്ക് ചേർന്നത് ലോങ് ലെങ്ത് ആണെന്ന് എനിക്ക്. പക്ഷെ എന്താ ഞാൻ വെട്ടിയത് വെച്ചാൽ എൻ്റെ മുടി ആഫ്റ്റർ ഡെലിവറി ഭയങ്കര ഡാമേജ് ആയിപ്പോയി താഴെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വെട്ടിയത്. ഇനി നല്ല മുടി വളരും. എന്തായാലും അപ്പൊ നമുക്ക് വീട്ടിൽ എല്ലാവരും കാണാം. പാമ്പിനെടുത്താ കൊച്ചിന് വേണ്ടി കൊച്ചിന് വേണ്ടിയില്ല. കൊച്ചി വേറെ ആയിരുന്ന നിനക്ക് പ്രാന്താളാ പന്നി. പിടിക്കണ്ടേ? ഞാൻ എനിക്കിത് തല കാണാൻ പറ്റണില്ല. ഓ ഷുണ്ടു ചെണ്ടൂര് കാണണ്ട, നീ തന്നെ കണ്ടാ മതി.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാണണ്ട, നീ തന്നെ ഫുള്ള് കണ്ടോ. ഇഷ്ടപ്പെട്ടോ? പാമ്പിനെ ഇഷ്ടപ്പെട്ടു, ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടോ? ആ അങ്ങനെ പിപിയുടെ ഹെയർ കട്ട് കഴിഞ്ഞു. പിപി വാട്ട് യു തിങ്ക്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നമുക്കിനി എല്ലാവരും റിയാക്ഷൻ എടുക്കാം, അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. കുറച്ചു നേരം നമുക്ക് വീഡിയോ കോൾ വിളിച്ച് റിയാക്ഷൻ കാണാം. കുറച്ചു നേരം എല്ലാവരും നേരിട്ട് കണ്ടാ പോരെ? നേരിട്ട് ഹീനുവിനെയൊക്കെ വീഡിയോ കോൾ ഇനി വന്നാണോ? എന്നാണോ? ആ വിളിച്ചോളാം. താങ്ക്സ് ബ്രോ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു സോ മച്ച്. A few minutes later. എനിക്ക് തന്നെ ലോങ് ഹെയർ കാണാനിഷ്ടം. നിനക്ക് ലോങ് ഹെയർ ഇഷ്ടമാണോ? പക്ഷെ എന്റെ മുടി ചീത്തയായി പോയി, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുടി കിട്ടിയത്. ഒന്നും കേട്ടില്ല. എന്താണ് ഇപ്പി? എനിക്ക് ആക്ച്വലി ലോങ് ഹെയർ ആണ് ഇഷ്ടം. ആ എന്നെ കാണാനും ഇതല്ല നമ്മുടെ കാണാനും അല്ലേ? ഓപ്പറേഷൻ 2 ആയിരുന്നല്ലേ? പണ്ണായിരുന്നോ? എന്നെ കാണാനും എനിക്ക് ലോങ് ഹെയർ കാണാനാണ് ഇഷ്ടം. ഓക്കെ. പക്ഷേ എന്റെ മുടി പൊട്ടയായിപ്പോയി, വെട്ടാണ്ട് ഒരു പിപിക്ക് ആക്ച്വലി കുറച്ച് ഡെഡ് ഹെയർ ഒക്കെ വന്നുകൊണ്ടാണ് വെട്ടിയത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിപിയുടെ ന്യൂ ഹെയർ സ്റ്റൈൽ? ഇഷ്ടപ്പെട്ടു? എന്തായാലും കമന്റ് ചെയ്യുക ഗൈസ്. പിപി ആ പാമ്പിനെ പോയി എടുത്തു ഗൈസ്. ഒരു പടിയില്ലാതെ പാമ്പിനെ പോയി എടുത്തേക്കണ്. പാമ്പിനെ എനിക്ക് അങ്ങനെ വലിയ പേടിയില്ല, പക്ഷെ അതിങ്ങനെ കഴുത്തിൽ വന്നിങ്ങനെ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പാമ്പിനെ എടുത്തിട്ട് കൊടുക്കണില്ല, പാമ്പിനെ കൊണ്ട് നടക്കുക. എന്തായാലും അടുത്ത ഓരോരുത്തരായിട്ട് നമുക്ക് റിയാക്ഷൻ എടുക്കാനായിട്ട് ഓരോരുത്തരായിട്ട് പോയി കണ്ടു നോക്കാം. ലാസ്റ്റ് അമ്മയെ കാണാം. വന്ന് കയറിയപ്പോഴത്തേക്ക് മഴയത്തിരുന്ന ഐസ്ക്രീം തിന്ന രുചി. അത് പിന്നെ യുവന് വെതിലാണല്ലോ നോക്കുന്നേ. വേണോ വേണോ വേണോ? സൂപ്പർ, നല്ല രസമുണ്ട്. എന്താ കണ്ണിൽ ചെയ്തത്? സൂപ്പർ. പെട്ടെന്ന് കണ്ണില് വരുന്ന എന്താ വ്യത്യാസമൊക്കെ? മുടി ഷോർട്ടായി. മനസ്സിലാവണേട്ടാ. പിന്നെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ടോ? ആ നല്ല രസമുണ്ട്. എന്തോന്ന്? അങ്ങനെയല്ല, ലൈക്ക് അയ്യോ സോറി ഗൈസ്, കൊച്ചിനെ വെച്ച് പട്ടി തുടങ്ങാടി. പട്ടി അമ്മയുടെ റിയാക്ഷൻ അങ്ങനെയല്ല, നിനക്ക് മറ്റേ സ്റ്റൈലായിരുന്നു നല്ലത്. ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. കോമഡി അല്ല. ഇന്ന് ഇവിടെ ഞങ്ങളെ വരും. ഇവിടെ കൊണ്ടിങ്ങോട്ട് വിടാം. ഞാൻ കാറ് കയറ്റുള്ള വിടാം. പിപി കാറുമായിട്ട് വരും. ഞാനിഷുണ്ടും വരില്ല, പിപി മാത്രമേ വരുള്ളൂ. ഇവിടെ വീട്ടിൽ കയറ്റൂല. ഇന്നോട്ട് വീട്ടിൽ നിന്ന് എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്തോണ്ടാ. പണ്ട് പിപിക്ക് ഇതുവരെ കൂടി ഉണ്ട്. അതിൽ വേദന പി ഏതൊരു പണ്ട് വരെ കൂടി ഉണ്ടായിരുന്നു നിനക്ക്? കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായ, പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഉപ്പൂറ്റി തോളത്തെടുത്തേക്ക് തോന്നുന്നു. ഇനി ബൈ മോനെ, ടാറ്റ ബൈ. തിലോത്തി മദാമ ഏതത്? തിലോത്തി മദാമ തിലോത്തി മദാമ എങ്ങനെയാണ് ബാബു? തിലോത്തി മദാമ ഉള്ള കാര്യം പറഞ്ഞു. എങ്ങനെ പറയാ? തിലോത്തി മദാമ. ഇഷ്ടം അതുകൊണ്ട് എനിക്ക് തിലോത്തി മദാമ ഇഷ്ടപ്പെട്ടെ. സൂപ്പറാടാ. കുളിക്കാത്തതാണ് പ്രശ്നമല്ലേ? കൊച്ചിന് വരെ മനസ്സിലായിട്ടാ. ആ ഒരുപാട് മുടിയാണ് എന്ത് കാര്യം? അതല്ലേ അത്ര കളിയാ? ഗോപുവിന് മുടിയിട്ടണമെന്ന് അളിയനെ ചീത്ത കളിച്ചാ അളിയ. ഇത് ഇംഗ്ലീഷിൽ അളിയനെ അമ്മയ്ക്ക് വിളിച്ച കളിയാ. പറഞ്ഞ ചേച്ചി മാമാട്ടിക്കുട്ടി അമ്മ, ദൊറോത്തി മദാമ, എന്തൊക്കെ പേര്. ശരിയാണ്, ദോറോത്തി പോലെ. ഇറങ്ങിയാ വെട്ടല്ലോ. ഇറങ്ങിയാ വെള്ളോട്ട് ഇറങ്ങിക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വെട്ടം കിട്ടും. അല്ല എന്നെ കാണാൻ
ദോറോത്തി മതാമയുടെ പോലെ തന്നെയുണ്ട്. മാമാട്ടിക്കുട്ടിന്നൊക്കെ. മാമാട്ടിക്കുട്ടി. അല്ല ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് ഓ ഇതാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളിയുണ്ട്. ഇഷ്ടപ്പെട്ടാ? എനിക്കാണ് നീളം കൂടുതൽ ഇപ്പൊ. രണ്ട് നാളമാര് അത് വളർന്നു പോയതാണ്. മകളെ ഇപ്പഴാണ് കറക്റ്റ് ചെയ്ത കേട്ടോ. അനിയതിയും ചേച്ചിയും കറക്റ്റ് ചെയ്ത്. ഇനി നമുക്ക് നാളെ കൊണ്ട് അമ്മയെ കൂടി ഇടിച്ചാലോ? കാണുന്നല്ലേ അമ്മ. നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ടോ? ഉറക്കെ പറയാ ചേച്ചി കേട്ടോ. വലിയ മുടിയാണോ ഉള്ളത്? വലിയ മുടിക്ക് വേറെ ഭംഗി, ഇത് വേറെ ഭംഗി. ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടെ? എനിക്കിത് ഇഷ്ടായി, ഇതും ഇഷ്ടായി. ഇത് ഇഷ്ടായിണ്ട്. കാരണം അയ്യോന്ന് തോന്നിയില്ല മുടി ഇത്രയും വെട്ടിക്കളഞ്ഞിട്ട്. എടാ ഈ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എന്ത് മാറ്റം? അതാ മുടീനും പറ്റിയ. എന്താ പറ്റിയേ? മുടിക്ക് നീളം കൂടിയില്ലേ? മുടിക്ക് നീളം കൂടിയില്ലടാ? ഇപ്പൊ നല്ല നീളം വന്നില്ലേ? മുടിക്ക് ഇപ്പൊ നല്ല നീളം വന്നില്ലേ? മുടി വെട്ടിയതാ ഞാൻ. അമ്മയുടെ അത്രയല്ലേ ഉള്ളു ഇപ്പൊ മുടി. എനിക്ക് കണ്ട് ഇത്രയും മുടി ഉണ്ടായില്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കാനോ? ഇതിലും വലിയ. നീ പോയേ നരുട്ടയും മറ്റേ കുക്കു സമയം കാണും. ഓ നല്ല വ്ളോഗ് എടുത്തോണ്ടിരിക്കുവായിരുന്നു. അതെന്തിനാ വ്ളോഗ് എടുക്കണേ? പിന്നെ കരയുണ്ട് അമ്മ, കരയുണ്ട്. മുഖമൊക്കെ മാറി. അമ്മയുടെ മുഖം പറഞ്ഞ എനിക്ക് ഉറപ്പായിരുന്നു. ലൈറ്റ് ആപ്പി പറഞ്ഞു. അയ്യോ ലൈറ്റ് ആപ്പി പറഞ്ഞേ. ലൈറ്റ് ഇട്ടണം വന്ന് പുറത്തു നിന്നൊക്കെ കടക്കടന്ന് വളരും അമ്മേ. നാളെ അമ്മ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ നല്ല മുടി വളരും. പക്ഷെ നല്ല കായായിരുന്നു അമ്മ. ഫുള്ള് പൊട്ടി ഇതായിരിക്കും. കായാണെന്ന് ഞാൻ ഒന്ന് പോയെന്താ എന്റെ മുമ്പിൽ പോയി. എന്റെ മുമ്പിൽ പൊക്കോ. ചേച്ചി പറഞ്ഞ നല്ല ഭംഗിയുണ്ടെന്ന്. ആ ചേച്ചിയുടെ നല്ല ഭംഗിയാണമ്മ. ചേച്ചിക്ക് എനിക്കിപ്പോ ഒരേപോലത്തെ ലെങ്ത്, ഒരേ ലെങ്ത്. നിന്റെ മൈനിയുള്ള അമ്മ. അങ്ങനെ ഒരാളൊരു കാര്യം. അമ്മ പല്ലൊക്കെ വെച്ചിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയുണ്ടെന്ന്. പല്ല് പറിച്ചല്ലോ വന്നെ, പല്ല് വച്ചിട്ടല്ലോ. പല്ല് പറിച്ചിട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ല അമ്മക്ക് വൃത്തിയോടൊന്നും അറിയണില്ല. അമ്മയുടെ പല്ലിന്റെ ഓട്ടയൊക്കെ ഇതേ അടഞ്ഞു. എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ. ഇത് ദേഷ്യം വരൂട്ടാ. ഒരുപാട് വായിട്ട് അലക്കണ്ട. പൊക്കോളാൻ പറ അവളോട്. ഒത്തോടി ഇറക്കി വിടമ്മ, ഇറങ്ങി പോകാൻ പറയാമ്മ. ഞാൻ പറഞ്ഞു ഹീരോയിന് വീട്ടിൽ രാത്രി വരുമെന്ന്. പിന്നെ പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു? ഞാൻ അപ്പഴേ പറഞ്ഞു മുടി വെട്ടണ്ട, മുടി വെട്ടണ്ട. മുടി ഞാൻ വെട്ടിയതല്ലല്ലോ. അതെനിക്കറിയാം. പിന്നെ മുടി ചീത്ത. അമ്മു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു നോക്ക് ഗൈസ്. ഗൈസ് അതിന് അമ്മു ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നില്ല. അമ്മ ചോദിച്ചു നോക്ക്. അമ്മു ചേച്ചി കണ്ടാലേ എന്റെ ആരോട് ചോദിക്കുന്നുണ്ടോ? ആ വെച്ച മുടി ഒട്ടി പിടിച്ചോണ്ട് ഞാൻ നടക്കാ. പൊട്ടി പൊട്ടി പോട്ടെ. തലവേദന എടുക്കട്ടെ എനിക്ക്. ഇതിനോടുകൂടി തലവേദന മാറൂല. നീ തലവേദന മിണ്ടിണ്ടെങ്കിൽ തലവേദനയും മുടിയും തമ്മിൽ എന്താ ബന്ധം? നീയല്ലേ പറഞ്ഞ തലവേദന പറ. അത് ഇവിടുത്തെ വേദന, മുടിയുടെ കട വേദന. ഇറങ്ങിക്കോ. എണ്ണയ്ക്കാൻ പറയുള്ളൂ. എണ്ണേച്ചിന് വളർത്തിയെടുക്കണം. ചേച്ചി തന്നെ ഇരുന്നാണ് തേച്ചാ മതി. ചേച്ചി പറഞ്ഞ അമ്മയടുത്ത് പറഞ്ഞ അലോവേര ജെല്ലല്ല, തീരെ സൗകര്യമില്ല. റോസ്മേരി വാട്ടർ ഞാൻ തയ്ക്കാൻ എന്റെ തലത്തേക്ക്. അമ്മയുടെ വേണ്ട, എനിക്കൊരു അഴകാറിന്റെ കൂന്തല്. അതാ ചേച്ചി അവരോട് പറയണ അമ്മയെ നാളെ കണ്ടെ വെട്ടിക്കണമെന്ന്. അമ്മേനെ കൂടി നാളെ കണ്ടെ വെട്ടിക്കണമെന്ന്. ആ വ്ളോഗിലുണ്ട് ആരാ പറയണേന്നുള്ളത്. നീയാണ് അത് പറഞ്ഞത്. നിങ്ങളെ പറഞ്ഞ വെട്ടി. അമ്മ വ്ളോഗ് വരമ കണ്ടോ അമ്മ? നാളെ പോയി വെട്ടിയല്ലേ നമുക്ക്. ഞാൻ കണ്ടമ്മ കളറൊന്നും ചെയ്യാറുണ്ടോ അമ്മ? നല്ല കറുത്ത മുടിയായിട്ട്. കറുത്ത മുടിയിട്ടുണ്ട്. കറക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും കളറില്ല. അമ്മക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അമ്മ എങ്ങനെയുണ്ട്? സത്യം പറ, എങ്ങനെയുണ്ട്? അമ്മ എനിക്കും ഇഷ്ടപ്പെട്ടില്ല അമ്മ. ഞാനും പറയണ്ടി ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അത് പറയണ്ടമ്മ. അമ്മ അമ്മ രണ്ട് ചീത്തെങ്കിലും പറ. കൊറേ കാലായി മുടി വെട്ടാൻ കാത്തിരിക്കണം. കളഞ്ഞു അമ്മയല്ലേ ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയപ്പോ എന്നാ വെട്ടിക്കോളാൻ പറഞ്ഞത്? ഇത്ര വെട്ടാനാ പറഞ്ഞേ. പിന്നെ കായുള്ള മുടി ഞാൻ എന്ത് ചെയ്യാനാ? ഇത്ര വന്നപ്പോ കായ തീർന്നാ? അതല്ലേ പറഞ്ഞില്ല. പിന്നെ മുട്ട അടിക്കേണ്ടി വരും. പിന്നെ അതുണ്ട്. പിന്നെ
ഇതിനി മുഴുവനും പോട്ടെ. അങ്ങനെയല്ല, ഇനി ഇത് വളരും. അപ്പൊ അവിടെ നിന്ന് കായുള്ള വശം ഇത് വെട്ടിക്കളയും. അപ്പൊ മുകളിൽ നല്ല മുടി നിൽക്കും. മനസ്സിലായ? ഇത്രയും ഭാഗത്ത് ഇനി വളർന്നു കഴിയുമ്പോ താഴെ എത്തും. അപ്പൊ ആ താഴെ മാത്രം വെട്ടും. അപ്പൊ മുകളിൽ നല്ല മുടി നിൽക്കും. സൂപ്പർ മുടി. എന്തെങ്കിലുമൊക്കെ ചെയ്തോ. നമ്മളെ ഞാൻ ഒന്നും പറയാനില്ല, ഒന്നുമില്ല. ഞാനും ഒന്നിനും പറയാനൊന്നിനുമില്ല. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഒരാളെ കാണിച്ചു തരാം. അവിടെ നിന്നോ. ആ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മുടി എന്റെ കൊച്ചെ മുടി അത്രയും വെട്ടിയിരിക്കണ്. മക്കളെ മുടി വെട്ടിയത് ഈ കണ്ണ കൊണ്ടേ വെട്ടിച്ചതാ. ഓ ഇനി എന്റെ പറയാം. നീ തന്നെ. അമ്മ എങ്ങനെയുണ്ട്? അമ്മ TV ഓഫ് ചെയ്ത് കൊണ്ടുവാ. നല്ല ആവശ്യം ഉണ്ടായിരുന്ന മുടി ഫ്രണ്ടില് കുറച്ച് വെട്ടിയിട്ട് ബാക്കി നീട്ടിടാത്തത് മോളെ. നോക്കിയാൽ മുടി ഉള്ളതല്ലേ മക്കളെ ഭംഗി. മുടിയേ കായ വന്ന്. അങ്ങനൊന്നും പറയണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ട് വെട്ടി. കായല്ല പൂവത്. കൊള്ളൂലേ? കൊള്ളെങ്കിലും മക്കളെ മുടി ഉള്ളതല്ലേ മക്കളെ ഭംഗി. ആ എന്നാലും അപ്പൊ അമ്മ പറയണത് തംസ് അപ്പ് ആണോ തംസ് ഡൗൺ ആണോ? ഇങ്ങനെ കാണിക്കാമ്മ. അല്ല കൊള്ളെങ്കിലും മുടി ഉള്ളതാണ് ഭംഗി. മുടി വളരുമല്ലോ. വളരുമെങ്കിലേ നമുക്ക് മുടി ഇല്ലാത്തവർക്ക് അതിന്റെ വിഷം അറിയാം. എന്തിനാണ് മക്കളെ നല്ല മുടി വെട്ടിക്കളയണത്? ഞാൻ വെറുതെ വെട്ടിയതല്ല, സത്യമായിട്ട് മുടി ചീത്തയായിട്ട് വെട്ടിയതാണ്. രസമുണ്ട്. മോഡേണാ ഇപ്പൊ. മോഡേൺ അല്ലെങ്കിൽ മക്കളെ മോഡേൺ തന്നെയല്ല. ഹായ്. ഓ എടി നിന്നെ കണ്ടോ അവിടെ? എടി നിനക്ക് ഒരാളെ കാണിച്ചു തരാം. ഹലോ, നിനക്കൊരാളെ കാണിച്ചു തരാന്ന്. ഉറക്കെ സംസാരിക്കും. ഹലോ. ആ ആളെ കണ്ടോ? ഒരു അമ്മയായെന്ന് വെച്ച് എന്ത് കാണിക്കാന്നല്ലേ? ഒരു കല്യാണം കഴിക്കുമെന്ന് വെച്ച് എടാ ബാക്കിൽ നിന്ന് കാണിച്ചു കൊടുക്കന്നെ. അതിനാണ് പിടിക്കേ. എങ്ങനെയുണ്ട്? പക്ഷെ കൊള്ളാം. മുടി കൊള്ളാവോ? ഉമ്മ കണ്ട ഹൃദയം തകരും. നിനക്ക് എന്തോ ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ ലോങ് ഹെയർ ആയിരുന്നു എനിക്ക് ഇഷ്ടം കൂടുതല്. പക്ഷെ ഒരു ചേഞ്ച് കുറെ നാൾക്ക് ശേഷമല്ലേ വെട്ടിക്കളയുന്ന. ഞാൻ വെട്ടിയിട്ടേ ഇല്ല, ആദ്യമായിട്ട് വെട്ടണം ഇത്രേ. അതേ വീട്ടിലെങ്ങനെ സമ്മതിച്ചു? വീട്ടിൽ സമ്മതിച്ചില്ല. ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. അമ്മ മിണ്ടാണ്ടിരിക്ക. അമ്മ സീനാക്കി. പിന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അവളുടെ. ഹലോ, എനിക്ക് ഒരാളെ കാണിച്ചു തരാം. സംഭവം കാണിച്ചു തരാം. കേക്കാവോ? ഒരാളെ കാണിച്ചു തരാം. ഒന്നും മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പ്രഷൻ ഇട്. കണ്ട് നീ എന്താ ചെയ്തേ? എടി അവളെ കാണിക്കടാ. അവളെ കണ്ടോടാ നിനക്ക് മുടി വെട്ടിയാ നീ? കണ്ടുപിടിച്ച്. ആടാ നല്ല ഭംഗിയുണ്ടോ മക്കളെ? നല്ലതാ. നല്ല ഭംഗിയുണ്ട്. കൊള്ളാം, ചേരണുണ്ട് എനക്ക്. അങ്ങനെ വിളിച്ച 151 പേരിൽ ഒന്നാമതായിട്ട് ഒരാൾ കൊള്ളാന്ന് പറഞ്ഞിരിക്കുന്നു. എടാ കൊള്ളാണ്, അവക്ക് ചേരണൊക്കെ ഉണ്ട്. അവള് 151 പേര് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. എല്ലാരും കൊള്ളൂലെന്ന് പറഞ്ഞ കേട്ടാ. ആട്ടി വിട്ടെന്നെ. പല തേങ്ങയെ പറയും. പണി നോക്കാൻ പറ. ഇവനെ ഇഷ്ടപ്പെട്ടു. ചേട്ടൻ എവിടെയാ? എന്നും ഒരേ കണക്ക് ഇരിക്കാൻ പറ്റും. വ്യത്യസ്ത. അത് ശരിയാ. കറക്റ്റ്. നീ എവിടാ? ഈ കിഴങ്ങൻ പലതും പറയാം. പറയണ അയക്കാൻ വേണ്ട. ഈ കിഴങ്ങൻ പലതും പറയുന്നു. എടാ ഞാനാണടാ ആ 151 പേരിൽ ആദ്യത്തെ ആള് നല്ലെന്ന് പറഞ്ഞ. രണ്ടാമത്തെ ആള് ചേട്ടൻ, വേറെ ആരും പറഞ്ഞില്ല. ശരി എന്നാ നടക്കട്ടെ. തീറ്റ അടക്കട്ടെ. ജോസ് മുടങ്ങ്. ടാറ്റാ.
ആക്ച്വലി എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെടുന്ന എന്ന് ഒരാൾ ഒരേപോലെ തന്നെ ഇരിക്കുന്നതിനെക്കാട്ടും ബെറ്റർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ മാറുന്നത്. ഞാൻ അന്നും ബ്ലൂ കളർ ഹെയർ അടിച്ച് നടന്നിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഇവിടെ ആയിട്ടില്ല. ഇന്ന് ഇവൻ പറഞ്ഞാലും ഞാൻ ആ പാർലറിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും വെട്ടിക്കേറ്റില്ല. ഇത്രയും വെട്ടാനാണ്, ഇത്രയും വെട്ടിയിട്ട് സ്ട്രൈറ്റൻ ചെയ്തിടാൻ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇപ്പം ഞാനൊരു പെൺകുട്ടി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വന്നിട്ട് ഇഷ്ടമുള്ള എന്തുകൊണ്ട് ചെയ്തു ആ ഒരു എക്സ്ട്രീമിലേക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്തത്. അതെനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ഷോർട്ട് വീഡിയോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോയി ബോട്ടോക്സ് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി ലെങ്ത് വന്നു. ആ സമയത്തുള്ള വീഡിയോ ഫോട്ടോ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചു തരാം. ഡു ഫോളോ ഓസ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് അപ്പോൾ ഈ വ്ളോഗ് റിലീസ് ആവുന്നതിന് മുമ്പ് അത് ചെയ്യാൻ ഈ വ്ളോഗ് മിക്കവാറും നാളെ തന്നെ റിലീസ് ആവും. അപ്പോൾ അത് ഡിലേ അല്ല, എളുപ്പമുള്ള വ്ളോഗ് അത്. അപ്പോൾ അത് മാത്രമല്ല ഈ വ്ളോഗ് 1 മാസം കഴിയും. ബോട്ടോക്സിന്റെ റേറ്റ് എത്ര? 2900. ഈ വ്ളോഗ് അടുത്ത കൊല്ലേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ പറഞ്ഞോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ലെറ്റ്സ് ഗോ.